ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. 1. പ്രഭാഷകന്റെ ഗ്രന്ഥം 41-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളും ആണുള്ളത്? ഉത്തരം: 23 വാക്യങ്ങളും 2 ശീർഷകങ്ങളും. മരണഭയം എന്ന ആദ്യ ശീർഷകത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും ലജ്ജാശീലം എന്ന രണ്ടാമത്തെ ശീർഷകത്തിൽ 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുമാണ് ഉള്ളത്. 2. മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകം ആയിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം: തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്. 3. അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് എന്താണ് അരോചകമായിട്ടുള്ളത്? ഉത്തരം: മരണത്തെപ്പറ്റി ഓർക്കുന്നത്. 4. ആർക്കൊക്കെയാണ് മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമായത്? ഉത്തരം: ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും. 5. എത്ര തരം ആളുകൾക്കാണ് മരണം സ്വാഗതാർഹമായത്? ഉത്തരം: 5 തരം ആൾക്കാർക്ക്. 6. സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ ആരാണ്? ഉത്തരം: സഹിഷ്ണുത നഷ്ടപ്പെട്ടവൻ. 7. എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ 41:3 പറയുന്നത്? ഉത്തരം: മരണവിധിയെ. 8. എന്തിനെ ഓർക്കാനാണ് പ്രഭാഷകൻ 41:3 പറയുന്നത്? ജീവിതത്തെയും ജീവിതാന്തത്തെയും. 9. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണ്? ഉത്തരം: മരണവിധി. 10. ആർക്ക് എന്ത് കഴിയും എന്നാണ് പ്രഭാഷകൻ 41:4 ചോദിക്കുന്നത്? ഉത്തരം: അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ. 11. പാതാളത്തിൽ എന്തിനെപ്പറ്റിയാണ് ചോദ്യമില്ലാത്തത്? ഉത്തരം: ആയുസ്സിൻ്റെ ദൈർഘ്യത്തെപ്പറ്റി. 12. പാപികളുടെ സന്താനങ്ങൾ ആരാണ്? ഉത്തരം: മ്ലേച്ഛ സന്തതികൾ. 13. ദൈവഭക്തി ഇല്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ്? ഉത്തരം: മ്ലേച്ഛ സന്തതികൾ. 14. പാപികളുടെ സന്താനങ്ങളുടെ അവകാശികൾക്ക് എന്ത് സംഭവിക്കും? ഉത്തരം: അവരുടെ അവകാശം നശിച്ചു പോകും. 15. പ്രഭാഷകൻ 41:6 അനുസരിച്ച് ആരുടെ അവകാശമാണ് നശിച്ചു പോകുന്നത്? ഉത്തരം: പാപികളുടെ സന്താനങ്ങളുടെ അവകാശം. 6. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് എന്ത് സംഭവിക്കും? ഉത്തരം: നിത്യനിന്ദയ്ക്ക് പാത്രമാകും. 17. പ്രഭാഷകൻ 41:6 പ്രകാരം നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ആരാണ്? ഉത്തരം: പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ. 18. ദൈവഭയമില്ലാത്ത പിതാവിനെ ആരാണ് കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം: മക്കൾ. 19. എന്തുകൊണ്ടാണ് ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം: അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത്. 20. ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ 41:8 പറയുന്നത്? ഉത്തരം: അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ദൈവഭയമില്ലാത്ത ജനത്തിന്. 21. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് എന്ന് പ്രഭാഷകൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. 22. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി എന്ന് പ്രഭാഷകൻ 41:9 ആരോടാണ് പറയുന്നത്? ഉത്തരം: അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തോട്. 24. ദൈവഭയമില്ലാത്തവൻ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? ഉത്തരം: ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. 25. ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആരാണ്? ഉത്തരം: ദൈവഭയമില്ലാത്തവൻ. 26. പ്രഭാഷകൻ 41:11 അനുസരിച്ച്
എന്തിനെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത്? ഉത്തരം ശരീരനാശത്തെ പ്രതി. 27 പ്രഭാഷകൻ 41:11 അനുസരിച്ച് ആരുടെ പേരാണ് മാഞ്ഞു പോകുന്നത്? ഉത്തരം പാപികളുടെ. 28 എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ 41:12 പറയുന്നത്? ഉത്തരം സത്കീർത്തിയിൽ. 30 നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ എപ്രകാരമുള്ളതാണ്? ഉത്തരം പരിമിതമാണ്. 31 പ്രഭാഷകൻ 41:14 ആരെയാണ് അഭിവാദനം ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ. 32 കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. ഏതു വാക്യം? ഉത്തരം പ്രഭാഷകൻ 41:14. 33 കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് എന്ത് ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സമാധാനത്തിൽ വർത്തിക്കുവാൻ. 34 പ്രഭാഷകൻ 41:14 അനുസരിച്ച് എങ്ങനെയാണ് സമാധാനത്തിൽ വർത്തിക്കേണ്ടത്? ഉത്തരം ഉപദേശങ്ങൾ പാലിച്ച്. 35 പ്രഭാഷകൻ 41:14 പ്രകാരം നിഷ്പ്രയോജനമായത് എന്താണ്? ഉത്തരം നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. 36 ആര് ആരേക്കാൾ ഭേദമാണെന്നാണ് പ്രഭാഷകൻ 41:15 പറയുന്നത്? ഉത്തരം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ. 37 എന്ത് നന്നല്ല എന്നാണ് പ്രഭാഷകൻ 41:16 പറയുന്നത്? ഉത്തരം എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത്. 38 എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ എന്താണ് പറയുന്നത്? ഉത്തരം എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. 39 പ്രഭാഷകൻ 41:17 പ്രകാരം ലജ്ജിക്കേണ്ടവ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്? ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക, പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജ്യം പറയുക, ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ തെറ്റു ചെയ്യുക, ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക, സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. 40 ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്താലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ. 41 ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചാലാണ് ലജ്ജിക്കേണ്ടി വരിക? ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ. 42 ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിച്ചാലാണ് ലജ്ജിക്കേണ്ടി വരിക? ഉത്തരം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. 43 പ്രഭാഷകൻ അവസാനമായി പറയുന്ന ലജ്ജാകരമായ പ്രവൃത്തി എന്താണ്? ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. 44 പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ ലജ്ജാകരമായ എത്ര പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം 6 പ്രവൃത്തികൾ. 45 ഇവിടെ ലജ്ജാഭരിതൻ ആവുക എന്നാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. 46 ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ബന്ധുവിൻ്റെ. 47 എന്ത് അപഹരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ. 48 ആരുടെ കിടക്കയെ സമീപിക്കരുത് എന്നാണ് പ്രഭാഷകൻ 41:22 പറയുന്നത്? ഉത്തരം അന്യൻ്റെ ദാസിയുടെ കിടക്കയെ. 49 എപ്രകാരമുള്ള സംസാരത്തിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൽ. 50 ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യരുത്? ഉത്തരം കൊട്ടിഘോഷിക്കരുത്. 51 പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിൻ്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഏതു വാക്യം? ഉത്തരം
പ്രഭാഷകൻ 41:23. 52. എന്തിലൊക്കെ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:23 പറയുന്നത്? ഉത്തരം: പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും. 53. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ നിന്റെ ലജ്ജ എങ്ങനെയുള്ളതായിരിക്കും? ഉത്തരം: ഉചിതമായ ലജ്ജ. 54. നിന്റെ ലജ്ജ ഉചിതമായിരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ. 55. എപ്പോഴാണ് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നത്? ഉത്തരം: നിന്റെ ലജ്ജ ഉചിതമാകുമ്പോൾ. 56. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛസന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. ഏത് വാക്യം? പ്രഭാഷകൻ 41:5.